ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് ഷാപ്നാസ് ഹെവൻ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷമാണല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. എഡിറ്റ് ചെയ്യാനുള്ള താമസം കാരണമാണ് ഇത്രയും വൈകിയത്. എന്തായാലും വീഡിയോ എടുത്ത് വെച്ചാലേ, അപ്പോൾ ഇടാതിരിക്കുന്ന മോശമല്ലേ എന്ന് വെച്ചിട്ടാണ് ഇടുന്നത്. സമയങ്ങളുടെയും ദിവസങ്ങളുടെയൊക്കെ പോക്ക് എന്ത് പെട്ടെന്നല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പം ഇതുപോലെ എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിക്കുമ്പോൾ ഇച്ചിരി കഴിയട്ടെ എന്ന് വിചാരിക്കും. അപ്പോഴത്തേന് പെട്ടെന്ന് ഉച്ചയാകുമ്പോഴത്തേന് ഇച്ചിരി കഴിയട്ടെ എന്ന് വിചാരിക്കും. അപ്പോഴത്തേന് രാത്രിയാവും. പിന്നെയും പിറ്റേ ദിവസം ഇതേപോലെ തന്നെ. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാനൊക്കെ സമയം കിട്ടാറില്ല. ഓരോ ദിവസവും 24 മണിക്കൂറാണോ ഈ കഴിഞ്ഞു പോകുന്നതെന്ന് തന്നെ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ. ഇതെന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി അത്ത പ്ലം കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങളുടെ കുട്ടീസിന് ഭയങ്കര ആഗ്രഹം അവർ കട്ട് ചെയ്യുന്നതായിട്ട് വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ എവിടുന്നോ കറിക്കരിയുന്ന പിച്ചാത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് തന്നെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളത് വീഡിയോ എടുത്തു. ഇതൊക്കെയല്ലേ അവരുടെ ചെറിയ ചെറിയ ഹാപ്പിനെസ്. എന്ത് മനസ്സിലായിട്ടാണോ എന്തോ രാവിലെ തന്നെ അവർ രണ്ടും തൊപ്പിയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷസൊക്കെ നൽകി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ ഉള്ളതില്ലേ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബിരിയാണി തന്നെയാണ്. ഷായയുടെ സ്പെഷ്യൽ ബിരിയാണി. ചുമ്മാ അറിയാല്ല, ശരിക്കും ആൾ ബിരിയാണിയിലൊരു സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. നല്ലപോലെ ഉണ്ടാവും, നല്ലപോലെ കുക്ക് ചെയ്യും, എല്ലാവരും കഴിക്കും. എന്തൊക്കെയായാലും ആൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കഴിക്കാതിരിക്കത്തില്ല, ആവശ്യം പോലെ കഴിക്കും. പിന്നെ അല്ല, എന്തൊക്കെയോ കാര്യമായിട്ടുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തുന്നുണ്ട്, എന്തൊക്കെയാവോ എന്തോ. ഇപ്പോൾ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ടൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. ഇനി കഴിച്ചാലേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി എൻ്റെ സിസ്റ്ററിൻ്റെ കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ, കഴിക്കുന്നതിന് മുമ്പേ അതിൻ്റെ റിവ്യൂ നമ്മൾ എടുത്തു കൊടുക്കണം. മുന്തിരിങ്ങ കണ്ട പിന്നെ കൈയിട്ട് വാരിയില്ല എനിക്ക് ഒരു സമാധാനവും വരാറില്ല. അത് ഇന്നൊന്നല്ല, പണ്ടേ ഉള്ള ശീലമാണ്. അപ്പോൾ അതിനെ ഞാൻ ചൂണ്ടി. അങ്ങനെ ഷായിനെ കളത്തിലോട്ട് ഇറങ്ങിക്കുവാണ് ചോറ് കഴിക്കാൻ വേണ്ടി. ഷായിനെ അങ്ങ് പുകഴ്ത്തി വെക്കും. ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ ഈ ബിരിയാണി, തിന്ന് കഴിയുന്നിടം വരെ ഉള്ളൂ, അത് നീ ഓർത്തേക്കുക. ഷായിന് അങ്ങനെ 2 എല്ലാം വെട്ടിയിട്ടുണ്ട്. നീ ആരെ വരെ പോകുന്നു? ആരെ വരെ? ചോറിന് തന്നെ വരുവാന്നോ? ശരി. നൗഫുവോ? തന്നെ തന്നെ വരും. അങ്ങനെ രണ്ടുപേരും ഇപ്പോഴും മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടുണ്ട്. അവർ രണ്ടുപേരും സ്വന്തമായിട്ട് വാരി കഴിച്ചോളാം എന്നുള്ളത്. ഇനിയിപ്പോൾ വയറ്റിലോട്ട് പോകുന്നത് മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. ഇപ്പം ഞങ്ങൾ കഴിക്കാതിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വിശേഷ ദിവസം അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തറയിലൊക്കെ ഇരുന്ന് വാഴയിലയിൽ ചോറ് കഴിക്കുന്ന ഒരു പ്രത്യേക രസമുള്ള കാര്യമല്ലേ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ.